സോ ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ പറയാറുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ട് അത് എത്രത്തോളം വർക്കാണ്? ഇതിലൊന്നും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 80-85% ആൾക്കാർക്ക് അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരാളുടെ ലൈഫിൽ മണി ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോകും. ഈ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്ന വ്യക്തിയുടെ എനർജി എന്തായിരിക്കും? ഏറ്റവും ലോ എനർജി ആയിരിക്കും. സീറോയിൽ കിടക്കുന്ന ഒരാൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എടുക്കണമെന്ന് വെച്ചാൽ മാം എന്തായിരിക്കും ഒരു സജസ്റ്റ് ചെയ്യുന്നത്? കാരണം ഈ സീറോ ലെവലിൽ കിടക്കുന്ന ആൾക്കാർക്കൊന്നും അഫർമേഷൻ കൊടുത്തിട്ട് ഒരു യൂസും ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞ ആക്സിസിൻ്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും ബെസ്റ്റ് വെർഷനാക്കി മാറ്റുക. ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. നമ്മുടെ പ്രോബ്ലം എന്താണ്? ഹലോ എവരിവൺ, വെൽക്കം ടു പോട്ടോക്ക് ബൈ മെറ്റ്യൂറ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലൈഫ് കോച്ചും ആക്സിസ് ബാർ ഫെസിലിറ്റേറ്ററുമായ ദിവ്യ എൻ നായരാണ്. ഹലോ മാം. ഹായ്. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്തൊരു വേർഡാണ് ആക്സിസ് ബാർ എന്നുള്ളത്. എന്താണ് ഈ ആക്സിസ് ബാർ? ആക്സിസ് ബാർ എന്ന് പറഞ്ഞാൽ ഏർലി 1990s അമേരിക്ക ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ്ലി പറയുന്നത് നമ്മുടെ ഹെഡിൽ ഒരു 32 പോയിന്റ്സിനെ കുറിച്ചാണ്. ഈ 32 പോയിന്റ്സ് 32 കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇതാണ്. ഓക്കെ, അതായത് എക്സാമ്പിൾ ഒരു പോയിന്റ് മണിയാണെങ്കിൽ ഒരു പോയിന്റ് ക്രിയേറ്റിവിറ്റി ആയിരിക്കും, ഒരു പോയിന്റ് ഹോപ്സ് ആൻഡ് ഡ്രീംസ് ആയിരിക്കും, അവയർനെസ് ആയിരിക്കും. അങ്ങനെ 32 പോയിന്റ്സും 32 കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ഒരു ആക്സിസ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫ്, നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ പ്രസൻറ്റ് ലൈഫിലേക്കുള്ള പല ചിന്തകളും ഇമോഷൻസും ബ്ലോക്കായിട്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ആക്സസിൻ്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അത് ഭയങ്കര പവർഫുള്ളാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസൈഡ് മൈൻഡ്, ഡീപ്പർ മൈൻഡിലേക്ക് പോയിട്ട് ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ക്ലെൻസ് ആയില്ലേ സംഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം നമുക്ക് കിട്ടും. പിന്നെ റിപ്പീറ്റ്ലി ഈ സെയിം ഇഷ്യൂസ് നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സസ് ചെയ്യുന്ന ആ ഒരു റൂട്ടീനെ കോറിൽ നിന്ന് ക്ലെൻസ് ചെയ്യുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 32 പോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന പല ഇമോഷൻസിനെയും ബ്ലോക്കിനെയും എല്ലാം ആക്സിസിൻ്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ 32 പോയിന്റിലും ടച്ച് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്ന രീതിയാണ് ആക്സിസ് ബാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതൊരു ആക്സിസ് കോൺഷ്യസിൻ്റെ ബേസിക് കോഴ്സാണ് ആക്സിസ് ബാർ എന്നുള്ളത്. സോ മാം, ഇപ്പോൾ ഈ ആക്സിസ് ബാർ നമ്മുടെ ലൈഫിൽ മണിയായിട്ട് എങ്ങനെയാണ് റിലേറ്റഡ് ആവുന്നത്? ആക്ച്വലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആക്സിസ് ബാറിൽ ഈ 32 പോയിന്റിൽ ഒരു പോയിന്റ് മണിയാണ്. അപ്പം നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള പല മണിയെക്കുറിച്ച് ചിന്ത, അതായത് മണി ബ്ലോക്സ് എന്ന് പറയുന്ന ശരിക്കും ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് പെർമനൻ്റ് അല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരാൾക്കൊരു മണി ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്ന ഒരു 2 to 3 ഇയേഴ്സോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലോ ആയിട്ട് അവൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ ചെയ്തേക്കുന്ന ബിലീഫാണ് ഇന്നത്തെ മണി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ആ ഒരു പോയിന്റ് മണി എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ആ മണിയെക്കുറിച്ച് ലിമിറ്റഡ് ബിലീഫ് ആക്സിസിൻ്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഉള്ള സ്പേസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ പുതിയ പോസിബിലിറ്റീസ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഫാസ്റ്റായിട്ട് വരും. ഇഫ് സമ്മൺ വാണ്ട് ടു അട്രാക്ട് മോർ മണി ആൻഡ് ദേ വാണ്ട് ടു സ്റ്റാർട്ട് ഇറ്റ് ടുഡേ, സോ മാം സജസ്റ്റ് ചെയ്യുന്നൊരു പാത്ത് അല്ലെങ്കിൽ ഒരു വഴി എന്തായിരിക്കും? ഇന്നൊരാൾക്ക് അവൻ്റെ മണി ചേഞ്ച് അല്ലെങ്കിൽ മണി കൂടുതൽ അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, അവൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഐഡൻറ്റിറ്റി ഇൻ ദ സെൻസ് നമ്മുടെ മുമ്പ് വരെ, അതായത് മണി ബ്ലോക്ക് എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, അത് നമ്മുടെ പല ചിന്തകളിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താം. ഓക്കെ, സോ എക്സാമ്പിൾ നമ്മൾ പലർക്കും ഉള്ളൊരു കാര്യമാണ്, ചൈൽഡ്ഹുഡ് നമ്മൾ കേട്ടേക്കുന്ന കാര്യങ്ങളാണ്, ആറ്റിക്കളഞ്ഞാൽ അളന്ന് കളയണം, അധികം ചിലവാക്കരുത്, സ്പെൻഡ് ചെയ്യരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചിന്തകളിലെ ലിമിറ്റഡ് ബിലീവ്സിനെല്ലാം മാറ്റുമോ, നമ്മുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ. സോ ഈ ഐഡൻറ്റിറ്റി ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരും. മണി ബ്ലോക്കുള്ള വ്യക്തിയുടെ എനർജി ലെവൽ ഭയങ്കര ലോ ആയിരിക്കും. സോ അവർ 20 അല്ലെങ്കിൽ 30-35 ഒരു പോയിന്റിലിരിക്കുക. ഈ 30-25 പോയിന്റിലേക്കുള്ള ഒരു വ്യക്തിക്കും ഒരു കാര്യങ്ങളും ഒരു മണി നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്ക് മണിയുടേതായ ഒരു എനർജി ഒന്നുമില്ല ആക്ച്വലി. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവൻ്റെ ഐഡൻറ്റിറ്റി ചേഞ്ച് വരുത്തുക, ഒക്കെ അവൻ ചിന്തിക്കുന്ന രീതിയിൽ ചേഞ്ച് വരുത്തുക, അതുപോലെ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ചേഞ്ച് വരുത്തുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് അവനൊരു ഫാസ്റ്റായിട്ട് ഒരു മണിയിലേക്ക് ഫോക്കസ്ഡായി പോകാൻ സാധിക്കത്തുള്ളൂ. ഇതിനൊരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചിന്ത സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം? അതായത് ആക്ച്വലി ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമ്മളിപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ മിസ്റ്റർ സിബിൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കാര്യം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസിൽ പറഞ്ഞു നമ്മുടെ ഈ പൈസ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ ഇന്നും പല പേരൻസും മക്കളോട് പറയുന്നതായിരിക്കും അത് മേടിക്കാൻ പൈസ ഇല്ലെന്നുള്ള കാര്യം. ഓക്കെ, ഇതൊരു ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പാരൻസ് എന്ത് നമ്മളോട് പറഞ്ഞോ ആ സെയിം രീതിയിൽ നമ്മുടെ പിള്ളേരോട് നമ്മൾ പറയാതിരിക്കുക. നമ്മൾ അവെയർ ആവുക, നമ്മൾ കോൺഷ്യസ് ആവുക. ഈ ചിന്തയാണ് മണി ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതെന്നുള്ള അവയർനെസ് മനസ്സിലാക്കിക്കൊണ്ട്
കോൺഷ്യസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറയുകയാണ് അമ്മ ചിന്തിക്കുന്ന രീതി അതല്ല ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ക്ലിയറായി. പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ മനസ്സിലാക്കുവാണ് ഓക്കെ ഇതാണ് എൻ്റെ ചിന്തയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്തും എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ബോധം ഇന്ന് എനിക്കുണ്ട്. ക്ലിയറായി. ആ സെയിം ബോധം എൻ്റെ അമ്മയ്ക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പോസിബിൾ ആണെന്നുള്ള കാര്യമാണ്. ഇപ്പം ഒരു പൈസ കുട്ടികൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് മേടിച്ചു കൊടുക്കുക, എല്ലാം പൈസയുടെ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കണം എന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. അതുമല്ല അത് അവരുടെ ഒരു ബിഹേവിയറിനും അല്ല അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതൊക്കെ നല്ല കാര്യമല്ല. ഓക്കെ, അപ്പം നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ല എന്നൊരു വാക്ക് ഇവിടെ പറയാതെ ഓക്കെ നമുക്ക് പിന്നീടാവട്ടെ, പിന്നെ മേടിക്കാം, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, പിന്നീട് നമുക്ക് മേടിക്കാം, ആ രീതിയിലേക്ക് എത്താം. ഓക്കെ, ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഇല്ല അതൊരു ദാരിദ്ര്യത്തിൻ്റെ സിഗ്നൽ ഒരിക്കലും കുട്ടികളിലേക്കും കൊടുക്കാതിരിക്കുക, മുതിർന്നവരിലേക്കും കൊടുക്കാതിരിക്കുക, എസ്പെഷ്യലി നമ്മളിലേക്കും അങ്ങനെ സെൽഫ് ലവ് കൊടുക്കാതിരിക്കുക. നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ളൊരു ഹാബിറ്റ് എന്തായിരിക്കും ഡെയിലി? നമ്മൾ മാറാൻ റെഡിയാണെങ്കിൽ മാത്രമേ ഈവൻ മണിയുടെ കാര്യം മാത്രമല്ല എന്തും നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇപ്പം മണിയുടെ കേസിലേക്ക് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ തന്നെയാണ്. നമ്മൾ ഡെയിലി ഹാബിറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഓക്കെ, ഡെയിലി ഹാബിറ്റിൽ വരുന്ന മാറ്റം എന്ന് വെച്ച് കഴിയുമ്പം നമ്മൾ പറയുവാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇന്ന് നമുക്ക് കഴിക്കാൻ ഫുഡുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരു 5 പൈസയെങ്കിൽ നമുക്ക് ചിലവാക്കാൻ സാധിച്ചിട്ടുണ്ടോ, അവൻ ഓരോ പൈസയ്ക്ക് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫ്ലോ ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മണി എനർജി നമ്മളിലേക്ക് പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, അതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് ചെയ്യിക്കാം. പിന്നെ അതുപോലെ ഡെയിലി നമ്മൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിന് എന്ത് സിഗ്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സാലറി കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ബില്ല് അടയ്ക്കലാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യലാണെങ്കിൽ ഞാൻ യൂണിവേഴ്സിനോട് സിഗ്നൽ എന്താണ്, എനിക്ക് ബില്ല് അടയ്ക്കാൻ ഇഷ്ടമാണ്, ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് സിഗ്നൽ. അപ്പോൾ എന്ത് ചെയ്യും, ഷോപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടും, അതുപോലെ ബില്ല് അടയ്ക്കാനുള്ള സാഹചര്യങ്ങളും കൂടും. പക്ഷേ ഞാൻ കൊടുക്കുന്ന സിഗ്നൽ ഞാൻ ആദ്യം സേവ് ചെയ്യാണ്ട് ഒരു എമൗണ്ട് അങ്ങ് മാറ്റി വെക്കാമെന്ന് ചിന്തിക്കാം. അപ്പോൾ ഞാൻ യൂണിവേഴ്സിനോട് സിഗ്നൽ എന്താണ്, എനിക്ക് സേവ് ചെയ്യാൻ ഇഷ്ടമാണ് സിഗ്നലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഗ്രാജുവലി എൻ്റെ സേവിങ്സും കൂടും, പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, കാരണം ഞാൻ കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ച് ഗ്രാജുവലി എന്നിലേക്ക് പോസിബിലിറ്റീസിൻ്റെ എണ്ണവും കൂടും. ഇവിടെ ഒരു 6 മാസം നമ്മൾ ഈ ഹാബിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ, നമ്മൾ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട്സ് തരുന്ന ആൾക്കാരാണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. ഓക്കെ, സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഹാബിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മണി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഹാബിറ്റ് ആക്കും. അത് ഇന്ന സമയം ഞാൻ മണി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ലേണിങ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഞാൻ എൻ്റെ അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇത്ര ടൈം എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റാം. ഇപ്പോൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷനിലൂടെ മണി ബ്ലോക്ക് മാറ്റാം എന്നുള്ളത്. അത് എത്രത്തോളം പോസിബിൾ ആണ്? ശരിക്കും മാനിഫെസ്റ്റേഷനിൽ മണി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അത് പോസിബിളാണ്. പക്ഷേ ഇത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 80-85% ആൾക്കാർക്ക് അത് പോസിബിൾ അല്ല എന്നുള്ളതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരാളുടെ ലൈഫിൽ മണി ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോകും. മണിയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം. ഈ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്ന വ്യക്തിയുടെ എനർജി എന്തായിരിക്കും, ഏറ്റവും ലോ എനർജി ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഷെയിം, ഗിൽറ്റ്, ഫിയറിലൊക്കെ ആൾക്കാരുടെ എനർജി ലെവൽ, വൈബ്രേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 20, 30, 35 ഇതിലൊന്നും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. മാനിഫെസ്റ്റേഷനിൽ ഉള്ള ടെക്നിക്കാണ് എന്താ പറയുക, അഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ അഫർമേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബ്രെയിനെ കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, അതായത് ഒരു മണി ബ്ലോക്ക് ഉള്ള വ്യക്തിയാണെങ്കിൽ അവന് സമ്പന്നനാണ് അല്ലെ സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു എന്ന് റിപ്പീറ്റ്ലി മനസ്സിനോട് പറഞ്ഞ് ബ്രെയിനോട് പറഞ്ഞ് ബ്രെയിനെ കൺവിൻസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് 100% ബിലീഫിൽ പറഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. പക്ഷേ ഇൻ ബിറ്റ്വീൻ അവിടെ എന്തെങ്കിലും മണീസ്, എക്സാമ്പിൾ ഇഷ്ടംപോലെ ആൾക്കാർ കടം കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ റിപ്പീറ്റ്ലി അവരുടെ ലൈഫിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോൺഫിഡൻസോട് ആ വ്യക്തിക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം റിച്ചാണ്, സമ്പന്നനായിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? ഇല്ല. ഒരു 80-85% ആൾക്കാർ അവിടെ വെച്ച് ആ ഒരു മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. സോ ഒരുപാട് ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ പറയാറുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ട് കിടക്കുമ്പോൾ പില്ലോയുടെ അടിയിൽ വെക്കുക എന്നുള്ളത്. അത് എത്രത്തോളം വർക്കാണ്? അതിൻ്റെ പിന്നിലൊരു ലോജിക്ക് എന്താണ് ആക്ച്വലി നമ്മൾ എന്ത് എഴുതി വെച്ച് നല്ല വർക്കാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ മിസ്റ്റർ ശ്രീബിനാണോ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കാര്യം റിപ്പീറ്റിലൊന്ന് എഴുതി നോക്കി, അത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ക്ലിയർ, ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതും
വൈബ്രേഷനെ ബേസ് ചെയ്തിരിക്കും എപ്പോൾ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം. ക്ലിയർ ആയി? അതായത് ഞാനിപ്പോൾ എൻ്റെ വൈബ്രേഷൻ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എഴുതി ഒരു 21 days ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ വെരി നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ചിലപ്പോൾ റിസൾട്ട് ഇട്ടായിരിക്കും എൻ്റെതാണെങ്കിൽ. ക്ലിയർ ആണല്ലോ? അപ്പം വേറൊരാൾ ഒരു വൈബ്രേഷൻ ലോയിലിരിക്കുന്ന ഒരാൾ എഴുതുമ്പോൾ വേറെ പല കാര്യങ്ങളും കടത്തെക്കുറിച്ചും കാര്യങ്ങളും ചിന്തിച്ചാണ് ആ ഒരു കാര്യം എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിലേക്ക് അത് വരാനുള്ള സാധ്യതകൾ ഭയങ്കര ഇതാണ്. കാരണം ഇമോഷനാണ് ഇവിടെ. മാനിഫെസ്റ്റേഷനിൽ ഇമോഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഒരു ടെക്നിക്കാണ് എഴുതുക എന്ന് പറഞ്ഞ ടെക്നിക്ക്. ആ എഴുതുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇമോഷൻ എന്താണ്, അദ്ദേഹത്തിന് ആ ഒരു കാര്യം ഓൾറെഡി കിട്ടി എന്ന് പറഞ്ഞല്ല അദ്ദേഹം എഴുതുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു സന്തോഷത്തിലല്ല ആ വ്യക്തി അത് എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് അത് വരാൻ പോകുന്നില്ല. കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻ, അതനുസരിച്ചാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക. സോ ഈ വൈബ്രേഷൻ ലെവൽ നമുക്ക് അപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അതിനുള്ള ഒരു പ്രാക്ടീസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലാണ് നമ്മുടെ ഒരു വൈബ്രേഷൻ ലെവൽ അപ്പാക്കാൻ പറ്റുന്നത്? ശരിക്കും വൈബ്രേഷൻ ലെവൽ അപ്പാക്കാൻ വേണ്ടി നമ്മൾ മെഡിറ്റേഷൻ ഒന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഷെയിം ഗിൽറ്റിലുള്ള ആൾക്കാർക്ക് അതൊന്നും ചെയ്തിട്ട്, കാരണം അവർക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സത്യമാണ്, മനസ്സിലായി? നമുക്ക് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര ഇതാണ്. പിന്നെ പ്രാർത്ഥന. ഓക്കെ, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. അതായത് നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഇരിക്കും, നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്തായിരിക്കും നമുക്കൊരു സുഖം കിട്ടില്ലേ, എന്തോ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഫീല് വരില്ലേ? ക്ലിയർ ആയി? അതൊക്കെ നമ്മൾ വൈബ്രേഷൻ. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ക്ലിയർ ആണെന്നുള്ളത്. അതായത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം പണം എന്ന് പറഞ്ഞ സംഭവം പ്രാർത്ഥിച്ചുകൊണ്ട് വരുമെങ്കിൽ ഈ പറയുന്ന 95% ആൾക്കാരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ക്ലിയർ ആയി? പക്ഷേ എന്നാൽ ഇതൊക്കെ കിട്ടുന്ന ആൾക്കാരും ഇല്ലേ? നമ്മൾ കാണാറില്ല, അമ്പലത്തിൽ കൊണ്ട് സ്വർണ്ണ കിരീടം കൊടുക്കുന്നു, അല്ല ഇതൊക്കെ കാണാറില്ല, അവർ ഒരു കിട്ടിയാൽ ഒരു പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം കൊടുക്കും, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ അവർ പ്രാർത്ഥിച്ച് നേടിയോണ്ട് തന്നെയാണ്. അതായത് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലായിരിക്കും ഇതെല്ലാം നമ്മളിലേക്ക് വരാം. ക്ലിയർ ആയി? ഇനി അടുത്ത ടെക്നിക്കാണ് മണി എനർജി പൂൾ എന്ന് പറയുന്നത്. അതായത് ചൂടും തണുപ്പും ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന പോലെ യൂണിവേഴ്സൽ എനർജിയും സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ 85-90% ആൾക്കാരും ഇതുവരെ യൂണിവേഴ്സൽ എനർജി അതേപോലെ സെൻസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫാക്റ്റാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മണിയെക്കുറിച്ചുള്ള നല്ല ചിന്തകളിലേക്ക് പോകാം. ഓക്കെ, ഓൾറെഡി നല്ല ആൾക്കാരെ ടോക്ക് കേൾക്കുക, മണി സക്സസ് ആയ ആൾക്കാരെ ടോക്ക് കേൾക്കുക, പിന്നെ അവർ മുമ്പോട്ട് വന്ന കാര്യങ്ങളിലേക്ക് വരിക. അതായത് പൊട്ടി പാളിച്ച ആൾക്കാരുടെ സക്സസിൽ എത്തിയിട്ടുണ്ട്, മനസ്സിലായി? അപ്പോൾ അത് നമുക്ക് എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലെ ശക്തി ഉണർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ചില ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിലായി? കാരണം അവരുടെ ഉള്ളിൽ ആ പവർ കൊണ്ട് തന്നെ മുമ്പോട്ട് വരും. പക്ഷേ 80-85% ആൾക്കാരും ഒരു ടൂളിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഹെൽപ്പോടുകൂടി വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ടൂളോ ആ സഹായത്തോടെ വരാൻ പറ്റുള്ളൂ. Why do people earn more money once they stop chasing? ശരിക്കും മണി ചേസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം മണി എപ്പോഴും ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഓക്കെ, മണി ചേസ് ചെയ്ത് നിർത്തിയിട്ട് നമ്മുടെ സർവീസ് ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ മണി വരും. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും കാണുന്നത് ഇവിടെ സക്സസ് ആയിട്ടുള്ള ആരെ നോക്കിയെന്ന് പറഞ്ഞാലും അവർ എപ്പോഴും അവരുടെ പ്രോഡക്റ്റ് അവർ സർവീസിനെ കൂടുതൽ ക്വാളിറ്റി കൊടുത്തുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ ഇത് ചൈൽഡ്ഹുഡിൽ അക്യുമുലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണെന്ന് മാം പറഞ്ഞു. അത് നമ്മൾ എങ്ങനെ റിയലൈസ് ചെയ്യാൻ പറ്റും? നമുക്ക് റിയലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. ചൈൽഡ്ഹുഡിൽ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫായിരിക്കും, ചൈൽഡ്ഹുഡിലെ പല കാര്യങ്ങളും ആയിരിക്കും, പ്രസൻറ്റ് ലൈഫിലെ പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പല ചിന്തകളും കൂടിയാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കും, മനസ്സിലായി? ഒരു ബ്ലോക്ക് അല്ല, ഒരു ചിന്തയെ മാത്രമല്ല ബ്ലോക്കായിട്ട് അക്യുമുലേറ്റ് ചെയ്തേക്കുന്നത്, മനസ്സിലായി? അപ്പം നമ്മൾ പല കാര്യങ്ങളും ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ഹെഡിലായാലും നമ്മുടെ ബ്രെയിനിലേക്ക് വന്ന പല കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈവൻ സബ് കോൺഷ്യസ് 95% ചിന്തകളും കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്, മനസ്സിലായി? 5% റോള് മാത്രമേ കോൺഷ്യസ് മൈൻഡുള്ളൂ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് സത്യം നമുക്ക് അറിയത്തോലുമില്ല. നമ്മൾ ഓർക്കുന്ന പോലും പല കാര്യങ്ങളും സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ആയിട്ടുണ്ട് എന്നുള്ള സത്യം. അതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ. ഓക്കെ, ചൈൽഡ്ഹുഡിൽ ഒരു അച്ഛനും അമ്മയും മണി റിലേറ്റഡ് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഓ, മണി വഴക്കുണ്ടാക്കും, മനസ്സിലായി? അത് തന്നെ ഒരു ലിമിറ്റഡ് ബിലീഫാണ്, അത് തന്നെ ഒരു ബ്ലോക്കാണ് ശരിക്കും പറഞ്ഞാൽ. ചൈൽഡ്ഹുഡ് ഒരു കൊച്ചു ചോദിക്കണം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അച്ഛാ അമ്മ എനിക്കിത് സാധനം വേണമെന്ന് പറയുമ്പോൾ ഉടനെ അത് മേടിക്കാൻ നമ്മുടെ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊച്ചു മനസ്സിലാക്കോ? എൻ്റെ അച്ഛനും പൈസ ഇല്ല, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തവരാണ് സംഭവം വരും. ഇത് ഗ്രാജുവലി വളർന്നു വരുമ്പോൾ അവന് വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക്
ഡിസേർവ് അല്ല, അല്ലെ പൈസ നമ്മുടെ ലൈഫിലേക്ക് പറ്റില്ല, നമുക്കുള്ളതല്ല, അത് പാശമുള്ളവന് പറ്റുന്നതാണോ ഒരു കാര്യം വരും. ക്ലിയർ ആയി? അതൊക്കെ അവൻ്റെ ലൈഫിൽ ലിമിറ്റഡ് ബിലീഫായിട്ട് മാറും. നമ്മളൊരു കോൺഷ്യസ് ആവുന്ന ടൈം ഉണ്ടല്ലോ, അതായത് നമ്മൾ ചിന്തിച്ചൊക്കെ തെറ്റാണ്, ഇതാണ് ശരി എന്ന് മനസ്സിലാവുന്ന ഒരു ഏജ് ഉണ്ട് അല്ലേ? ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, അതിനെ മാറ്റാൻ വേണ്ടി. അങ്ങനെ വർക്ക് ചെയ്ത് മാറ്റുമ്പോഴാണ് ഒരു മാറ്റം വരെ. നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല ഈ ബ്ലോക്ക് ഇന്ന സമയത്ത് ഉണ്ടായതൊന്നും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം 95% ചിന്തകൾ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയിട്ട് നമുക്ക് അറിയത്തൂടില്ല, എന്താണെന്നുള്ളത് വരെ അറിയില്ല. പക്ഷെ നമ്മൾ പറയുന്നതാണ് ഈ ഒരു പീരീഡിലെല്ലാം നമ്മളിലേക്ക് വന്ന പല ചിന്തകളും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ബ്ലോക്കായിട്ട് മാറുന്നത്. വാട്ട് ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ഇംപ്രൂവ് അവർ ഫൈനാൻഷ്യൽ തിങ്കിങ്? ഫിനാൻഷ്യൽ ആൻസൈറ്റി ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ആൻസൈറ്റി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്ക് പോകാം. ഓക്കെ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നന്ദിയുള്ളവരാവുക. ഈവൻ ഈച്ച് ആൻഡ് എവറി മണി. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാൻ റെഡി ആകുമ്പോഴാണ് ആക്ഷൻസ് വരുള്ളൂ. ക്ലിയർ ആയോ? അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇതാണ് എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ അവെയർ ആയി. ഇനി ഞാൻ ചിന്തിക്കുകയാണ് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തില്ല എന്ത് ചെയ്യും? പുറത്തുള്ളവരും വീട്ടിലുള്ളവരും നാട്ടുകാരെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി റെഡിയാവും. ഓക്കെ, അപ്പോഴാണ് പലരും നമ്മുടെ തല കയറുന്ന ഒരു സാഹചര്യം വരുന്നത്. ഓക്കെ, എല്ലാവരും നമ്മളെ നീ അങ്ങനെ ഉണ്ടാക്കി, അങ്ങനെ ചെയ്തു, കുറ്റപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ വരുന്നത്. മനസ്സിലായി? നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെടുത്ത് മാറ്റാൻ വേണ്ടി റെഡി ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഗ്രാജുവലി ഗ്രോത്തിലേക്ക് എത്തിപ്പെടാൻ വരും, പോസിബിലിറ്റീസ് വരും. ക്ലിയർ ആയി? അവിടെ 100% റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഏറ്റെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലേണിങ്സ് ഇൻക്രീസ് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ആങ്സൈറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മണി എനർജി ഉള്ള, അതുപോലെ തന്നെ ആക്സിസ് ബാറൊക്കെ ബെസ്റ്റ് ടൂളാണ്. നമുക്ക് ആക്സിസ് ബാർ ചെയ്തുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അത് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ എനർജി പൂൾ, മുമ്പ് പറഞ്ഞ എനർജി പൂൾ ബെസ്റ്റ് ടൂളാണ്. ഇതെല്ലാം നമ്മുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഈവൻ പ്രെയർ, അതും നല്ല ടൂളാണ്. സോ ഒരാൾ ഇപ്പോൾ ഒരു സീറോയിൽ കിടക്കുന്ന ഒരാൾ, അവർക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എടുക്കണം എന്ന് വെച്ചാൽ മാം എന്തായിരിക്കും ഒരു സജസ്റ്റ് ചെയ്യുന്നത്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്? സീറോയിൽ കിടക്കുന്ന ആൾ, ഞാൻ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് മണി റിലേറ്റഡ് ആണെങ്കിൽ, ഓക്കെ, മണി ആണെങ്കിൽ സീറോയിൽ കിടക്കുക എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതെന്ന് പറയുന്നത് 20 ആണ് പോയിന്റ്. ഷേ, ഓക്കെ, അതിൻ്റെ താഴേക്ക് ഡെഡാണ്. ക്ലിയർ? ഈ 20 പോയിന്റിലുള്ളൊരു വ്യക്തിക്ക് ഒരു 200 പോയിന്റിലേക്ക് വൈബ്രേഷൻ ലെവലിലേക്ക് എത്തുമ്പോൾ അവൻ്റെ ലൈഫിലേക്ക് എന്തുണ്ടാവുള്ളൂ? ചേഞ്ചസ് വരുള്ളൂ. ലൈക്ക് എന്താ പറയുക, മാനിഫെസ്റ്റ്, നമ്മൾ പറയില്ല മാനിഫെസ്റ്റേഷൻ എല്ലാ ആൾക്കാർക്ക് നടക്കുന്നുള്ളത്. മനസ്സിലായി? അപ്പം ഈ സീറോ എന്ന് പറയുന്നത് ഈ 20 കിടക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് നമ്മൾ മെഡിറ്റേഷൻ ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊന്നും, കാരണം അവർക്ക് അവരുടെ ഡ്രീമിനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റില്ല. വിഷ്വലൈസ് ചെയ്യാണ്ടിരിക്കുമ്പോഴും അവരുടെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരും. അവർക്കൊന്നും മെഡിറ്റേഷൻ വർക്ക് ആവില്ല. ക്ലിയർ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി പുള്ളി ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുക, പ്രാർത്ഥിക്കുന്ന രീതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ? പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോയി. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, അഫർമേഷൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ സീറോ ലെവലിൽ കിടക്കുന്ന ആൾക്കാർക്കൊന്നും അഫർമേഷൻ കൊടുത്തിട്ട് ഒരു യൂസും ഇല്ല, അതൊന്നും വർക്കാവില്ല. എവിടെ നമുക്ക് മുമ്പോട്ട് വരാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ഫാക്റ്റാണ്. മനസ്സിലായി? അത് നമുക്ക് എങ്ങനെ മുമ്പോട്ട് വരാൻ പറ്റും അതിനെക്കുറിച്ച് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓപ്പൺ എൻഡഡ് വാചകമായിരിക്കാം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അൺക്രിയേറ്റ് ചെയ്യാൻ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടുള്ള മുമ്പേ പറഞ്ഞ ആക്സസിൻ്റെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവരെ ഏറ്റവും ബെസ്റ്റ് വെർഷനാക്കി മാറ്റും. ഇതാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. സോ നമ്മുടെ ഈ മണി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എനർജിയാണോ, അത് നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു ട്രിക്കാണോ ഈ മണി? മണിക്ക് കൃത്യമായിട്ടൊരു എനർജി ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ഓക്കെ, അതായത് ആ മണി ആരുടെ കയ്യിലിരിക്കുന്ന അവരുടെ എനർജിയാണ്. നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കി മണി റിസീവ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഈ മണി ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. ക്യാൻ സ്പിരിച്വാലിറ്റി ആൻഡ് മണി ഗോ ടുഗദർ? ലൈക്ക് വാട്ട് ഡു യു തിങ്ക് അബൌട്ട്? അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ വിൽ പവറാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയത, നമ്മുടെ വിൽ പവർ. ഓക്കെ, അത് നമ്മുടെ അവയർനെസ് ആണ്, ക്ലാരിറ്റി ഒക്കെയാണ് ഈ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് മണി ഉണ്ടാക്കി നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ മനസ്സിലായി, നമുക്ക് മണി ഉണ്ടാക്കി. അത് സ്പിരിച്വാലിറ്റി മണി ഒരുമിച്ച് പോകണം. ക്ലിയർ? ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വിൽ പവറാണ്, നമ്മുടെ ഉള്ളിലെ വിൽ പവറാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും, ചില ആൾക്കാർ വിൽ പവർ കൊണ്ട് മാത്രം സക്സസ് ആവും. മനസ്സിലായി? വിൽ പവർ കാരണം എന്താ, അവർ എത്ര പൊട്ടി വളീഷായെന്ന് പറഞ്ഞാലും അവരിങ്ങനെ ഒരു കയറി വരും. അതെന്തുകൊണ്ട്? അവരുടെ ഉള്ളിലെ വിൽ പവറാണ്. മനസ്സിലായി? ആ വിൽ പവർ, ആ ഒരു ക്ലാരിറ്റിയോട് കൂടി വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, മണിയും ഓട്ടോമാറ്റിക്കലി വരും. സോ ഇൻസ്റ്റൻ്റ്ലി ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ശരിക്കും നല്ലൊരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൻസർ നമ്മൾ ഫോക്കസ് ചെയ്ത് പോയാൽ നമുക്ക് ഒരിക്കലും മാറ്റം വരാൻ പറ്റില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് മാത്രമേ നമ്മുടെ ഉള്ളിലെ സൊല്യൂഷൻ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഉള്ളിലെ ആ ഒരു ആൻസറിനെ അൺലോക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിന് പറ്റുന്ന
ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ആർ ദ ഇൻഫിനിറ്റ് പോസിബിലിറ്റി, എന്ത് പോസിബിലിറ്റീസ് ആണുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ റിപ്പീറ്റ് ചോദിക്കുക എന്ത് പോസിബിലിറ്റി ആണുള്ളത്, എനിക്ക് ഓവർകം ചെയ്യാൻ എന്ത് പോസിബിലിറ്റി ഉള്ളത്, അല്ലെ വാട്ട് എൽസ് ഇസ് പോസിബിൾ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി നമ്മളോട് ചോദിച്ചാൽ ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് എനി ബെറ്റർ ദാൻ ദേഴ്സ്, ഇങ്ങനെ റിപ്പീറ്റ്ലി ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ സൊല്യൂഷനെ അൺലോക്ക് ചെയ്ത് നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ലൈഫിലേക്ക് വരും. ഇവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾ പൈസ സന്തോഷത്തോടെ ചിലവാക്കിയല്ലേ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ചിലവ് മാത്രമേ നടക്കുന്നുള്ളൂ, തിരിച്ചു വരവ് നടക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് എന്താണെന്ന് അത് ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ പലരും ചെയ്തുകൊണ്ട് കാര്യം, എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യും, അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ട് അധികം പൈസ ചിലവാക്കൽ എന്നൊക്കെ കേൾക്കാൻ അത് തീർന്നു പോകുന്നുള്ള കാര്യമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളെല്ലാവരും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഓവർ ഇല്ലായ്മയിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, നമുക്കൊരു കാര്യം വരുമ്പം നമ്മൾ സ്പെൻഡ് ചെയ്യണം, പക്ഷേ അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സേവ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം മാറ്റി വെച്ചതിന് ശേഷം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം നമ്മൾ ആ മണി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. കാരണം എന്താ, ആ മണി നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടല്ലോ. അപ്പം നമ്മൾ വിടുന്ന സിഗ്നൽ ഈ ഒരു പൈസ പോയിട്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ട് അതിൻ്റെ 10,000 മടങ്ങായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊരു സിഗ്നൽ കൊടുത്ത്, ഒരു ബ്ലെസ്സിങ്സ് കൊടുത്ത് വേണം ശരിക്കും ആ മണിയെ പറഞ്ഞയക്കാൻ. അല്ലാതെ നമ്മളുടെ ഒരു ഹെവിനെസ് ആണ്, പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഹെവിനെസ് ആണ് എന്നുണ്ടെങ്കിൽ പൈസ വരില്ല. അത് റിയാലിറ്റിയാണ്. ഈ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ഇപ്പം ഇവൻ നിങ്ങളുടെ പൈസ ഇല്ലാത്ത ഒരാളാണ്, ഒരു എമർജൻസി പൈസ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഒരു 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലുള്ളൂ, 900 രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം, ബാക്കി 100 രൂപയേ ഉള്ളൂ. നിങ്ങൾ പേടിക്കാതെ നമ്മൾ പറയാം ഓക്കെ താങ്ക് യു ഈ മണി പോയിട്ട് ഇതിന് 10,000 മടങ്ങായിട്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ട് എൻ്റെ 10,000 മടങ്ങായിട്ട് എന്നിലേക്ക് തിരിച്ചു വരട്ടെ എന്നൊരു സിഗ്നലൊന്ന് വിട്ടു നോക്കിയേ, അതിൻ്റെ ഇരട്ടി പൈസ നിങ്ങളിലേക്ക് വരും, നിങ്ങൾ പോലും അറിയാതെ ആ പൈസ വരും. ഇപ്പോൾ യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഒരു സിഗ്നൽ, മണി റിലേറ്റഡ് ആയിട്ടൊരു സിഗ്നൽ തരുന്നുണ്ടെന്ന്, അത് നമ്മൾ എങ്ങനെ റിയലൈസ് അല്ലെങ്കിൽ നമ്മളതെങ്ങനെ അറിയും? ഈ സിഗ്നൽ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടോ അല്ല ദൈവം പ്രത്യക്ഷപ്പെട്ടോ ഒന്നും നമ്മുടെ അടുത്ത് പറയില്ല. ക്ലിയറായി? ചിലപ്പോൾ ഒരു പോസ്റ്റർ ആയിരിക്കും, ചിലപ്പം നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ചില വാക്കുകൾ, ചില ആൾക്കാരുടെ സംസാരമായിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇരിക്കുമ്പം നമ്മുടെയിലേക്ക് വരുന്ന പല മെസ്സേജുകളും അതിനെ ഓവർകം ചെയ്യാനുള്ള മെസ്സേജുകളായിരിക്കും വരുന്നത്. മീൻസ് നമ്മളെപ്പോഴും നോക്കുക, കാരണം നമ്മൾ എന്താണ് എക്സാക്ട്ലി വേണ്ടത് അത് റിലേറ്റഡ് കാര്യങ്ങളാണ് വരുന്നത്. അതായത് ദൈവത്തിന് ഒരു സിഗ്നൽ തരാനേ പറ്റുള്ളൂ, ദൈവത്തിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ക്ലിയറായി? പക്ഷെ അവിടെ അത് പിടിക്കണം, അത് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതിനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. ക്ലിയറായി? അപ്പം നമ്മൾ ചിന്തകളെ കൊണ്ട് നമ്മുടെ ആ വില്ലിങ്നെസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒന്നും ചൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ ഏതൊരു സർവീസിനും ഓക്കെ പൈസ എന്നുള്ള ഫാക്ട് അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായി? ചില ആൾക്കാർ തല്ലിക്കൊന്നാൾ റിസ്ക് എടുക്കില്ല. ഓക്കെ, 5 പൈസ കളയില്ല. ഓക്കെ, അത് നമ്മൾ പലരും കാര്യമാണ്. മനസ്സിലായോ? എല്ലാവർക്കും എല്ലാം ഈസി ആയിട്ട് കിട്ടണം. ഈ ഈസി ആയിട്ട് നിങ്ങൾ ലൈഫിലേക്ക് എന്തെങ്കിലും കിട്ടണം, അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. നിങ്ങളൊരു 500 രൂപയ്ക്ക് ഒരു 1000 രൂപയ്ക്ക് ഒരു സർവീസാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ അതുള്ളൂ. ഈ 500 രൂപ 1000 രൂപ കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ എന്താണ്, നമ്മൾക്ക് അവിടെ കൺസിസ്റ്റൻസി ഓട്ടോമാറ്റിക്കലി ലോസ് ആവും. ഇപ്പം മഹാഭാരതത്തിൽ എന്താ ചെയ്ത, അർജുനൻ ശ്രീകൃഷ്ണൻ്റെ ഹെൽപ്പ് ചോദിച്ചു, അർജുനെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ ശ്രീകൃഷ്ണനെ സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഹെൽപ്പ്, യൂണിവേഴ്സിനോട് നമ്മൾ ഹെൽപ്പ് ചോദിക്കാം. അപ്പം നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ രക്ഷിക്കണേ അല്ലെങ്കിൽ സഹായിക്കണേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം ഉറപ്പായിട്ട് സഹായിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സ് സഹായിക്കും. ചുമ്മാ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സഹായിക്കുമെന്നല്ല ചെയ്യുന്നത്. മനസ്സിലായി? ഓരോ വ്യക്തി ചിലപ്പോൾ ചില വാക്കുകളായിരിക്കും, ഒരു വീഡിയോ ആയിരിക്കും, അങ്ങനെ പല സിഗ്നൽ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് സിഗ്നലാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു ബോധമുള്ളവരാകണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരുപാട് പണമുള്ളവർ, അംബാനിയെ പോലുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു അസൂയ തോന്നും. നമുക്ക് തോന്നാറുണ്ട് ഈ പണമുള്ളവർക്ക് എപ്പോഴും പണമുണ്ട്, മിഡിൽ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് ആയിട്ടും പൂറായിട്ടുള്ളവർ പൂറായിട്ടും തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഒരു സ്റ്റെപ്പ്, ഇതൊരു 100 പേരിൽ എടുക്കുവാണെങ്കിൽ ഇവർക്ക് ആർക്കും അങ്ങനെ ഒരു 80% 90% ആൾക്കാർക്കും ചേഞ്ചസ് ഇല്ല. ഇതിനെന്തായിരിക്കും ഒരു റീസൺ? അംബാനി അദാനി അവരെന്തുകൊണ്ട് അവിടെ എത്തി? ദേ നോ ദ സീക്രട്ട്. ഓക്കെ, അവർക്ക് അതിനുള്ള സീക്രട്ട് എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നുള്ള സീക്രട്ട് അറിയാം. മനസ്സിലായി? അത് അവർ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെൻറ്റും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി? പക്ഷെ ഒരു സാധാരണക്കാർ, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പുവർ ക്ലാസ് അല്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? തല്ലിക്കൊന്നൊരു ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല. ഓക്കെ, ബാക്കിയുള്ളവർ ഓർത്തു അവർക്ക് പൈസ ഉണ്ടെന്ന് ഇരിക്കത്തേ ഉള്ളൂ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇവർക്കൊന്നും ഇല്ലാത്തത്. അംബാനി അദാനി ഇവരൊക്കെ നോക്കുമ്പോൾ ഇവരെല്ലാം സെൽഫ് മെയ്ഡ് ബില്യനേഴ്സുമാണ്. ക്ലിയർ ആയി? ഇവരൊക്കെ ബിഗ് സീറോയിന് സ്റ്റാർട്ട് ചെയ്തതാണ്. ധീരുഭാനി അംബാനി എന്ന വ്യക്തി ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം ഇന്നത്തെ ആളായി മാറിയത്. അപ്പം എല്ലാവർക്കും എല്ലാം സാധിക്കും എന്നുള്ളതാണ് ഫാക്ട്. അപ്പം ഇവിടെ ആർക്കും ആക്കിയെടുക്കാൻ പറ്റും,
അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാളോട് അസൂയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന കാര്യമാണ്, എന്താ ഒരാൾ ഒരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അസൂയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാറാണെങ്കിൽ നമുക്ക് ഓക്കെ അവർ ബ്ലെസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അല്ലെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് എനി ബെറ്റർ ദാൻ ദിസ്. ഓക്കെ, ഈ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഏത് ക്ലാസ് ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് പോസിബിൾ, ആർക്കും പോസിബിളാണ്. ഓക്കെ, കാരണം ഇന്ന് സക്സസ് ആയിരിക്കുന്ന പലരും സെൽഫ് മെയ്ഡായിട്ട് വന്ന ആൾക്കാർ, ഇവരെ വീട്ടുകാരും ഒന്നും സമ്പാദിച്ചു വെച്ചൊന്നുമല്ല. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും മണി അല്ലെങ്കിൽ ഒരു മണി ഏൺ ചെയ്യാനുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരത് അറ്റൻഡ് ചെയ്തില്ല, അന്ന് പാലത്തെ ഒന്ന് ചാടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും. സ്വന്തം ലൈഫിനെ റിസ്ക് ചെയ്താലും അവർ മണി റിസ്ക് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ സിബിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പം സിബിൻ്റെ സിറ്റുവേഷൻ മണി സ്ട്രഗിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സിബിൻ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം. അപ്പോൾ സിബിൻ ഒരാളെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 ആണ്. പക്ഷേ ഈ 30,000 ഏറ്റവും ബെസ്റ്റ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു 6 month സപ്പോർട്ടിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിബിൻ ആ കോഴ്സ് വില്ലിങ് ആവും അറ്റൻഡ് ചെയ്യാൻ 25,000? ഞാൻ പൊതുവെ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരു 99% ആൾക്കാർക്കും റിസൾട്ട് കാണാറില്ല. പിന്നെ ചിലർക്ക് റിസൾട്ട് വരാറുണ്ട്. ആ ഒരു ഫിയർ ആയിരിക്കും എന്നെ ബാക്ക് ഓഫ് ചെയ്യാൻ. ഓക്കെ, അപ്പം റിസൾട്ട് കിട്ടിയ ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 99% ആൾക്കാർ കിട്ടുന്നില്ല എന്നുള്ള റിയാലിറ്റി എന്താണ്? ഈ 1% ചെയ്ത എന്തോ കാര്യങ്ങൾ ഈ 99% ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ഓക്കെ, എന്തായിരിക്കും അവിടെ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? കൺസിസ്റ്റൻസി. ഒരു മനുഷ്യന് അത് ബ്രെയിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മളൊരു സെർട്ടൺ പീരീഡ് ഓഫ് അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഒരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും 4ാം ദിവസമായിട്ട് ബ്രെയിൻ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്താണ്? ബ്രെയിൻ ഒരു മടിയനാണ്, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ക്ലിയർ ആയി? അപ്പോൾ ബ്രെയിൻ മടിയനായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? 4ാമത്തെ 5ാം ദിവസം തൊട്ട് നമുക്കവിടെ പ്രോകാസ്റ്റ് മടി വരുന്നു, അത് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം ഇല്ലാണ്ടായി വരുന്നു. ക്ലിയർ ആയി? അപ്പോൾ അവിടെ റിസൾട്ട് ഇല്ല. പക്ഷെ 1% ആൾക്കാർ എന്ത് ചെയ്യും? അവർ കൺസിസ്റ്റൻസി ഇസ് ദ കീ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോസസ്സിലേക്ക് പോകും. മനസ്സിലാകുന്നുണ്ടോ? ഒരു 20ൽ കിടക്കുന്ന പേഴ്സണിന് 200 പോയിന്റിലേക്ക് എത്തുക എന്ന് പറയുന്ന ടക്ക് എന്ന് പറഞ്ഞ് എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല, അതിനൊരു ടൈം ഉണ്ട്, ഒരു പീരീഡ് ഉണ്ട്. മനസ്സിലായോ? ആ പീരീഡ് ക്ഷമയോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് സ്വിച്ച് ഇട്ട പോലെ എനിക്കിപ്പോൾ റിസൾട്ട് വേണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് കാര്യമല്ല. 25,000 ഫീസ്. ഓക്കെ, പക്ഷേ സിബിനെ കിട്ടുന്ന സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഡേയ്സ് 1 മണിക്കൂർ വെച്ച് ക്ലാസ്. ഓക്കെ, ഒരു 12 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും. 12 മണിക്കൂർ ക്ലാസ്, ഓരോ ഡെയിലി 100 ദിവസം ഓരോ മണിക്കൂർ വെച്ച് പ്രാക്ടിക്കൽ. അതായത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഗൈഡ് ചെയ്ത് ചെയ്യിപ്പിക്കും. ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യം. അതപ്പോൾ എന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോകാൻ പറ്റും. അതായത് 21 ഡേയ്സ് നമ്മളൊരു കാര്യം ചെയ്ത് നമ്മൾ ലൈഫിൻ്റെ ഹാബിറ്റായി മാറും. 90 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സംഭവിക്കുക? നമ്മുടെ ന്യൂറൽ പാത്വേസ് ഡിഫറെൻ്റ് ആയിട്ട് വരും. മനസ്സിലായി? എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു അല്ലെങ്കിൽ ഒരാൾ കൊടുക്കുവാണ് 100 ഡേയ്സ് പ്രോഗ്രാമാണ്, ഇന്ന ഡേ കൺസിസ്റ്റൻസി ആണ് എന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഒരു 25,000 കൊടുത്ത് താങ്കൾ ചെയ്യാൻ റെഡിയാവുമോ? ഇപ്പോൾ റെഡിയാവും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ കൺസിസ്റ്റൻസി വരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് 99% റിസൾട്ട് ഇല്ല എന്നുള്ളതല്ല നോക്കട്ടെ, 1% റിസൾട്ട് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആയി? ഇത് നോർമലായിട്ട് ഒരു മനുഷ്യൻ്റെ നെഗറ്റിവിറ്റിയിൽ ആകർഷിക്കപ്പെടും. ക്ലിയർ ആയിരുന്നു? 1% റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ 99% ചെയ്യാത്ത കാര്യം 1% ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണോ? നമുക്ക് കൺസിസ്റ്റൻസി ആണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കോഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഫിയറും ഇല്ലാതെ ഫിയർലെസ് ആയിട്ട് അത് അറ്റൻഡ് ചെയ്യാനുള്ള കറേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം. ആർക്കെങ്കിലും ഫിനാൻഷ്യലി അവർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലമാണ്. മനസ്സിലായി? അവരുടെ ചിന്ത ക്രിയേറ്റ് ചെയ്താണ്. ഇനി തന്നെ ഓവർകം ചെയ്യാന്നുള്ള ആരാ ചെയ്യണ്ടേ? വേറെ ആരെങ്കിലും ചെയ്യോ? ഇല്ല, അവരെന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അവരെന്നെ ഇനിഷ്യേറ്റീവ് സ്റ്റെപ്പ് എടുത്ത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അയ്യോ എൻ്റെ പൈസ പോകുന്ന ഫിയർ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൈസ നമ്മൾ ആദ്യം പറഞ്ഞ ക്ലാസ് റൂം പോലെ ആയിരിക്കത്തില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫ്രണ്ട് ബെഞ്ചർ കാണും, മിഡിൽ ബെഞ്ചർ കാണും, ബാക്ക് ബെഞ്ചർ കാണും. അപ്പോൾ മാം ഇവരെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? മീൻസ് എല്ലാവർക്കും എങ്ങനെയായിരിക്കും? എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഹെൽപ്പ് വേണ്ടി വരുന്നത്. അതായത് നമ്മുടെ ക്ലാസ് പറഞ്ഞാൽ സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൂട്ടി ഒരു ക്ലാസ് ചെയ്യുന്നതല്ല നമ്മുടെ അടുത്ത കാര്യം അല്ലേ? അതായത് നമുക്ക് ലേണിംഗ് കപ്പാസിറ്റി പലർക്കും പലതാണ്. ചിലർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവത്തുണ്ടാവില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം കൗണ്ട് 15 to 20 ആണ് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ മാക്സിമം കൗണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് 1 to 1 അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന
എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പം നമ്മുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും, അവർക്ക് അവരുടെ വീട്ടിൽ ഒരാൾ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ള ഫീലായിരിക്കും അവർക്ക് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1-to-1 അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ അവർ നമ്മൾ ഒരാളെയും പഠിപ്പിച്ച് ചുമ്മാ വിടുക എന്നുള്ള രീതിയിലല്ല. സോ അവർക്ക് ആ റിസൾട്ട്, കാരണം എനിക്കറിയാം ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവരുടെ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 100% റിസൾട്ട് ഉറപ്പാണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇനി അവിടെ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഡെയിലി അത് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് എന്താണ് അവർ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്ത് അവരെ വീണ്ടും ഗൈഡ് ചെയ്യും. പിന്നെ നമ്മൾ ലൈഫ് നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ലൈഫ് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കൊരു കാര്യം വന്നു എന്നത് ഒരു കാര്യമല്ല. ക്ലിയറാണ്? നമ്മളിപ്പം ഏത് സ്റ്റേറ്റിൽ നിൽക്കുന്നു, 0 മണിയിലാണോ, നോ വറീസ്, അതിനെ മാറ്റാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ ഉണ്ട്. ക്ലിയറാണോ? കാരണം ഈ ടൂൾസെ കുറച്ച് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ടൂൾസാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് അഫർമേഷനെക്കാളും പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടും എനർജി പുൾ ചെയ്തുകൊണ്ടും പ്രയറിൽ നമ്മൾ എന്താ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന പ്രോഗ്രാമാണ്. റിസൾട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും. മനസ്സിലായി? അതായത് നമുക്കൊരു കാര്യത്തെ പ്രോമിസ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിക്ക് അടുത്ത 1 ഇയർ ആകുമ്പോഴത്തേന് ഈ സെയിം വ്യക്തി ആയിരിക്കത്തില്ല ഒരിക്കലും അവിടെ. ഇപ്പം നമ്മളോട് പുറത്തുള്ള ഇപ്പോൾ ഒരു സുഹൃത്ത് നമ്മളോട് പറയുകയാണ് നിന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോഴും നമുക്കൊരു സെൽഫ് ഡൗട്ട് വന്ന് നമ്മൾ തന്നെ നമ്മളെ പുറത്തിനെ ഡൗൺ ചെയ്തു പോകുന്നില്ലേ? ഇതിനെ ഓവർകം ചെയ്യാൻ എന്താണ് വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ കേട്ടോ, ഇത് ഒരാൾ ഇപ്പം സിബിനോട് ഒരാൾ നിന്നെ കൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സിബിൻ എന്ത് ചെയ്യും? ചിലപ്പം അത്ര ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു പക്ഷെ ഞാൻ അതെന്നെ ഡൗൺ ആക്കാൻ ചാൻസ് ഉണ്ട്. ഡൗൺ ആക്കും. പക്ഷെ ഞാനാണ് അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. എന്നോട് ഒരാളൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രൂവ് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആണെന്നോ? അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, സോ ഒരാൾ പറഞ്ഞു, ഇപ്പൊ സിബിനോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കോൺഫിഡൻസ് സിബിനുള്ളെങ്കിൽ സിബിൻ എങ്ങനെ ലൈഫിലേക്ക് മുമ്പോട്ട് വരാൻ പറ്റും? ക്ലിയർ ആണെന്നുണ്ടോ? സിബിനോട് ഒരാൾ നിനക്ക് ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞാൽ ഒന്ന് പോടാ പോയി, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക. ശരിക്കും ഹ്യൂമനോയിഡ്സ് അങ്ങനെയാണ് ചെയ്യുക. മനസ്സിലായി? നമ്മൾ ഹ്യൂമനോയിഡ്സ് ടക്കീസ് പറഞ്ഞ 3 കാറ്റഗറീസ് ഉണ്ട്. അത് ഹ്യൂമനോയിഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അവരോട് ഒരാൾ നിന്നെ കൊണ്ട് കാര്യം ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറഞ്ഞാൽ ഒന്ന് പോടാ ഇറക്കാം, ഞാൻ ചെയ്യുമെന്ന് പറയും. ഇനി വേറെ ഹ്യൂമൻ ആണെങ്കിൽ അയ്യോ പോത്തോന്ന് ചക്ക ചടങ്ങെന്ന് പറഞ്ഞിരിക്കും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം നമ്മളോട് ഒരാൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൂവ് ചെയ്യണം പോസിബിൾ എന്ന്. കാരണം ഇവിടെ പോസിബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു സോ മച്ച്.